നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ഗൗരി. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ടെക്സസ് സൈബറിക്സ് ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ച് MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസ്. നീറ്റ് വിവാദങ്ങൾക്ക് പിന്നാലെ NDAയിൽ വൻ അഴിച്ചുപണി. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന 600 വിദഗ്ധരെ കൂട്ടത്തോടെ ഒഴിവാക്കി. മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന ജലതർക്ക കേസുകൾ. സുപ്രീം കോടതിയിൽ കേരളത്തിനായി വാദിക്കാൻ അഡ്വക്കേറ്റ് റോയ് എബ്രഹാം സ്പെഷ്യൽ കൗൺസിൽ. പുരപ്പുറ സോളാറിൽ മലയാളിക്ക് റെക്കോർഡ് നേട്ടം. PM സൂര്യഘർ പദ്ധതിയിൽ ദക്ഷിണേന്ത്യയിൽ കേരളം ഒന്നാമത്. വാർത്തകൾ വിശദമായി. സിപാസിന്റെ കീഴിൽ കോട്ടയം പുല്ലരിക്കുന്ന് ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസിന്റെ നേതൃത്വത്തിൽ സൈബർ ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. 17, 18 തീയതികളിലായി നടന്ന ഫെസ്റ്റ് കോട്ടയം കളക്ടർ ചേതൻ കുമാർ മീന IAS ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രതിനിധി അമലാമോൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശാസ്ത്ര സാങ്കേതിക മികവിൽ MG യൂണിവേഴ്സിറ്റി പുല്ലരിക്കുന്ന് ക്യാമ്പസിൽ സിപാസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസ് സാങ്കേതികതയുടെ നവലോകത്ത് കുതിക്കുന്ന യുവത്വങ്ങൾക്ക് വെളിച്ചവും വിനോദവും നൽകാനായി സൈബർ ടെക് ഫെസ്റ്റ് നടത്തി. നമ്മൾ കുട്ടികൾ ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കുന്ന നോളജും ലബോറട്ടറിയിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും അത് രണ്ടും കൂടെ കോർത്തിണക്കി ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനും അത് മറ്റുള്ള കോളേജിലെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു ടെക് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഡിസ്ട്രിക്ട് കളക്ടർ വന്ന് ഇനോഗ്രേഷൻ ചെയ്തു. അപ്പോൾ പല കോളേജിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ കഴിവ് ഇതൊരു സെലിബ്രേഷനാണ്. അവർ 2 ദിവസമാണ് നമ്മുടെ പ്രോഗ്രാമെങ്കിലും 2 ദിവസമായി 2 ക്ലബ്ബുകളാണ് നടത്തുന്നത്, 2 അസോസിയേഷൻസാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നെക്സസ് എന്ന പേരിൽ കമ്പ്യൂട്ടർ സ്റ്റുഡൻസ് അസോസിയേഷനും കമ്പ്യൂട്ടർ സയൻസ് അസോസിയേഷനും, സെക്കൻഡ് ഡേയിൽ സൈബ്രിക്സ് എന്ന പേരിൽ സൈബർ ഫോറൻസിക് സ്റ്റുഡൻസ് അസോസിയേഷനുമാണ് ഈ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം 2 ദിവസമാണ് പ്രോഗ്രാമെങ്കിലും ഒരു 1 വീക്കായിട്ട് കുട്ടികളെല്ലാം ഇതിൻ്റെ ഒരു സെലിബ്രേഷൻസിലാണ്. അപ്പോൾ അതാണ് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്. BSc, MSc കമ്പ്യൂട്ടർ സയൻസ്, സൈബർ ഫോറൻസിക് എന്നീ ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്തമായി നടത്തുന്ന ഫെസ്റ്റിൽ സൈബർ ക്വിസ്, സൈബർ ഡിബേറ്റ്, ഐഡിയ പിച്ചിംഗ്, VR, AR സാങ്കേതിക വിദ്യയുടെ പ്രദർശനം, പ്ലേ സ്റ്റേഷൻ, ട്രഷർ ഹണ്ട്, ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി സന്ദർശകരെ ആകർഷിക്കുന്ന നിരവധി പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നും ഇന്നലെയായിട്ടാണ് പരിപാടി നടന്നത്. ഇതിപ്പം ടെക്നിക്കൽ ഇവന്റും അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് ഇവന്റും ഉണ്ട്. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VR ഉണ്ട്, AR ഉണ്ട്, അതുപോലെ തന്നെ ഗെയിം കൺസോളും അങ്ങനത്തെ കുറേ സാധനങ്ങളും ഉണ്ട്. ഇന്നലെ നടന്നത് കമ്പ്യൂട്ടർ അസോസിയേഷൻ്റെയും ഇന്ന് നടക്കുന്ന സൈബർ അസോസിയേഷൻ്റെ ആണ്. അപ്പോൾ ഇന്നലെ നടന്നതിൻ്റെ ഒരു നെക്സസ്, ഇന്നത്തെ സൈബർക്സ്. നമുക്ക് സ്പോൺസർ ആയിട്ട് വന്നിരിക്കുന്നത് മൈജി, അതുപോലെ തന്നെ ടെക് ബൈ ഹാർട്ട്, അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. തീഷ്ണവും ആഘോഷജ്വലവുമായ കലാലയ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നതായി ഈ ടെക് ഫെസ്റ്റ് മാറി. കേട്ടില്ലേ, പിള്ളേരൊക്കെ ഫുൾ ഓണാണ്. ഞാൻ കംപ്ലീറ്റ് കണ്ടു തീർത്തിട്ടില്ല, ബാക്കി കണ്ടിട്ട് വരാം. ക്യാമറമാൻ കൃഷ്ണന്റെയൊപ്പം അമല, ICG ന്യൂസ്, കോട്ടയം. പരീക്ഷാ സുതാര്യത ഉറപ്പാക്കാൻ NDAയിൽ വൻ അഴിച്ചുപണി. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന 600 വിദഗ്ധരെ ഒഴിവാക്കി പുതിയവരെ നിയമിച്ചു. പിഴവുകൾ തടയാൻ 4 തല പരിശോധന ഏർപ്പെടുത്താനും NDA ഓഫീസിന് CISF സുരക്ഷ നൽകാനും തീരുമാനിച്ചു. മുല്ലപ്പെരിയാർ അടക്കമുള്ള അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങളിൽ സുപ്രീം കോടതിയിലും ട്രൈബ്യൂണലുകളിലും കേരളത്തിനായി ഹാജരാക്കാൻ അഡ്വക്കേറ്റ് റോയ് എബ്രഹാമിനെ സ്പെഷ്യൽ കൗൺസിലായി സർക്കാർ നിയമിച്ചു. നിയമ പോരാട്ടം ശക്തമാക്കാനാണ് ജലവിഭവ വകുപ്പിന്റെ ഈ തീരുമാനം. കേന്ദ്രത്തിന്റെ PM സൂര്യഘർ സോളാർ പദ്ധതിയിൽ 3.31 ലക്ഷം വീടുകളിൽ പാനലുകൾ സ്ഥാപിച്ച് 2140.1 കോടി സബ്സിഡി നേടി കേരളം ദക്ഷിണേന്ത്യയിൽ ഒന്നാമതും ദേശീയ തലത്തിൽ 4ാമതും എത്തി. ആന്ധ്ര 2ാമതാണ്. കേരളത്തെ മറികടക്കാൻ തമിഴ്നാട് സബ്സിഡി 1 ലക്ഷം രൂപയായി ഉയർത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെക്സസ് സൈബറിക്സ് ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ച് MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസ്. നീറ്റ് വിവാദങ്ങൾക്ക് പിന്നാലെ NDAയിൽ വൻ അഴിച്ചുപണി. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന 600 വിദഗ്ധരെ കൂട്ടത്തോടെ ഒഴിവാക്കി. മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന ജലതർക്ക കേസുകൾ. സുപ്രീം കോടതിയിൽ കേരളത്തിനായി വാദിക്കാൻ അഡ്വക്കേറ്റ് റോയ് എബ്രഹാം സ്പെഷ്യൽ കൗൺസിൽ. പുരപ്പുറ സോളാറിൽ മലയാളിക്ക് റെക്കോർഡ് നേട്ടം. PM സൂര്യഘർ പദ്ധതിയിൽ ദക്ഷിണേന്ത്യയിൽ കേരളം ഒന്നാമത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.